ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെല്ലാം തെരഞ്ഞു. എന്നോട് പിണക്കാ? എന്നെ ഈ വള്ളത്തിലെത്തി അക്കരെ ഇക്കരെ കൊണ്ടുപോകാമോ? ഏയ്, അല്ലെങ്കിൽ വേണ്ട. അനന്തേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ തുഴയാം. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? അനന്തേട്ടാ, കാര്യാട്ട പിണക്കം? ഞാൻ പോണു. അമ്മണിക്കുട്ടി, നീ എന്തിനാ ഇത്രയും കാലം എന്നോട് സ്നേഹം നടിച്ചത്? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. നിനക്കറിയോ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ തകർത്ത് കളഞ്ഞല്ല മോളെ. അനന്തേട്ടൻ എന്തായി പറയുന്നത്? സത്യം പറ, നീ ആരെയാ സ്നേഹിക്കുന്നത്? അല്ല, ഈ ട്യൂട്ടോറിയൽ കോളേജില് ഓട്ട മത്സരം. അപ്പൊ ഞാൻ അമ്മിണിക്കുട്ടിയെ ഈ കോച്ചിങ്. നീ ആര്? കോച്ച് കുട്ടിയാ? ഹേയ്, കുട്ടിയൊന്നും അല്ല. റപ്പായി മാപ്പിളക്ക് അറിയില്ലേ? കുറുപ്പ്, അനന്തക്കുറുപ്പ്. ആ മതി മതി, ഓടി നടക്കുന്ന കൊള്ളാം. എങ്ങും തട്ടി വീണ് കൈയും കാലും ഓടിക്കരുത്. ഓ മുമ്പയ്ക്കോ. അനന്തേട്ടാ, അനന്തേട്ടാ, അമ്മണിക്കുട്ടി പോയില്ലേ ഇതുവരെ? അമ്മ പറഞ്ഞില്ലേ തട്ടുമ്പുറത്ത് പഴയ വെറ്റില ചെല്ലം ഉണ്ടെന്ന്? അത് നോക്കാൻ കയറിയതാ. നിനക്കിപ്പോ എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ചീത്തപ്പേര് കേൾപ്പിക്കാൻ നിമിഷങ്ങൾ മതി. അവിടെ പോയി കുത്തിരിക്കടോ. വരുന്നടങ്ങന്മാരി ഓരോ സാധനങ്ങൾ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. വേണ്ട, എനിക്ക് ധൃതി. അപ്പടെ നിൽക്കുന്നായര് എങ്ങോട്ടും അങ്ങോട്ട് പോകുന്നത്? ഇത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ദുബായിലാണ് ആദ്യമായിട്ട് പോപ്പ് മ്യൂസിക് ഉണ്ടായത്. വത്തിക്കാനിൽ നിന്നും ഒരു പോപ്പ് കുറച്ച് ദിവസത്തെ ലീവ് എടുത്ത് ദുബായിൽ വന്നു. അപ്പോ അവിടെ ഒരു ഷെയ്ക്ക് ഗംഭീരമായിട്ടൊരു മാപ്പിളപ്പാട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് അരമൂത്ത പോപ്പ് ഷെയ്ക്കിന്റെ മൈക്ക് ഒരൊറ്റ പിടിച്ചങ്ങോട്ട് വെച്ചിട്ട് ഒരൊറ്റ ഇംഗ്ലീഷിൽ ഒരൊറ്റ പാട്ടാണ്. അന്ന് മുതലാണ് ലോകത്തിന് പോപ്പ് സംഗീതം അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക് ഉണ്ടായത്. പക്ഷേ എനിക്കിഷ്ടം തൊമ്മാങ്കുടിയുടെ കേച്ചേരിയാണ്. എന്ത് കേച്ചേരി? തൊമ്മാങ്കുടി ശ്രീനിവാസൻ നായരുടെ കേച്ചേരി. ശരിയായില്ലേ? പക്ഷേ തൊമ്മൻകുടിയുടെ മാപ്പിളപ്പാട് കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുള്ള ഭാഗ്യം കാറിന്റെ പുറത്ത് കുറെ പെട്ടികളായിട്ട് പോകുന്നത് ആരാ? ലോറിയല്ലേ? എന്റെ മോൻ കേശവൻകുട്ടി ആയിരിക്കില്ലേ? കേശവൻകുട്ടി,
തെറ്റാണോ എത്ര സ്പീഡ് കൊണ്ടുപോണേ? ഒന്ന് നിർത്താൻ. അയ്യോ മോനെ, മോനെ എവിടെയാണ് മോനെ? ഗേറ്റ് തുറക്കണ, ഗേറ്റ് തുറക്കണം. എന്റെ എന്താണ് പെട്ടി ഒരുപാടുണ്ടടാ. കണ്ണ് വെക്കലടാ പട്ടി, മാറടാ. അയ്യോ സൂക്ഷിച്ച് സൂക്ഷിക്കണം. അത് അച്ഛൻ സൂക്ഷിച്ചോളാം. ഇന്ന് തന്നെ മരിച്ചാൽ നീല ബാഗോ? നീല ബാങ്ക് മോനെ കെട്ടഴിക്കണം. അവിടെ വെക്ക്, അവിടെ അങ്ങോട്ട് വെക്ക്. 1 2 3 4 5 6 പെട്ടിയുള്ളൂ മോനെ. എടാ ഒരു 10-20 പെട്ടി കൊണ്ടുവരില്ലേ? നീ ബോംബെന്ന് വരില്ലേ? അതിനകത്ത് പെട്ടി വല്ലതും ഉണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. നീ അച്ഛനോടൊരു തെറ്റ് ചെയ്തു. എന്താ? എനിക്ക് തീരെ ഇഷ്ടമായില്ല. നമ്മളെ കാറിന്റെ കളർ എനിക്ക് ഇഷ്ടമായില്ല. നമ്മുടെ കാറല്ല അച്ഛാ, നമ്മുടെ കാറല്ലേ? എന്താ എന്താ വാടക? വാടക 100 രൂപയെ നീ 10 വാങ്ങി കൊടുത്ത് വീട്. ഇത്രയും ലഗേജ് ഒക്കെ ഉള്ളതല്ലേ? ഇത്രയും ലഗേജ് ഇവന്റെ തലയിൽ വെച്ചിട്ടാണോ കൊണ്ടുവന്നത്? കാറിൽ കൊടുത്ത് വെച്ചിട്ടല്ലോ കൊണ്ടുവന്നത്. എന്തെന്ന് വന്ന് ആ കൊടു, ഒരു 16 കൊടു. 16 അപ്പിടി. നീ പെട്ടി നോക്കി ഇവിടെ നിന്ന് അച്ഛന് അകത്ത് വെച്ചിട്ട് വരാം. വൈദ്യരെങ്ങോട്ടാ? അല്ല, തനിക്ക് നീ വേഷത്തിൽ കാണുമ്പോഴെങ്കിലും ഡോക്ടറെ എന്ന് വിളിച്ചൂടെ? മാതൃഭാഷയിൽ വിളിച്ചെന്നുള്ളൂ. നമ്മുടെ കുറ്റിക്കാട്ടിൽ അവറാച്ചനെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചുകൊണ്ട് വന്നു. ഞാൻ അറിഞ്ഞു. ബ്ലഡ് ക്യാൻസറാ, രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ അതൊക്കെ പറയും. നിങ്ങൾ നോക്കിക്കോ, ഒരാഴ്ചക്കകം ഞാൻ സുഖപ്പെടുത്തിയെടുക്കും. ഇതിനൊക്കെ ഒരു കൈപുണ്യം വേണം. ഉവ്വേ. ഈ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ പണ്ടായിരുന്നു വലിയ അസുഖം. ഇപ്പൊ എയ്ഡ്സ് ആണ് ഒന്നാമൻ. ഈ എയ്ഡ്സ് എന്ന് കേട്ട മെഡിക്കൽ കോളേജിൽ ഓടും. പക്ഷേ സംഗതി നിസ്സാര. എനിക്ക് എയ്ഡ്സ് വന്നപ്പോ ഇത് ചെവി അറിയാതെ ഞാൻ തന്നെ അങ്ങ് ചികിത്സിച്ചു. എനിക്ക് വൈദ്യരെ ഒന്ന് കാണണം. എന്നെയോ? ഡോക്ടർ ഡോക്ടറെ ഒന്ന് കാണണം. എന്താ വല്ല എയ്ഡ്സോ കാര്യമുണ്ടോ? അയ്യോ അതല്ല, എനിക്ക് വായുവിന്റെ ഉപദ്രവമുണ്ട്. ഓ, ഇതാണിപ്പോ കുഴപ്പമില്ല. വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് വരും. അങ്ങടാണോ പോണത്? അതെ. എന്നാ ഞാൻ പിന്നിലിരിക്കട്ടെ. അതിന് പിന്നിൽ നടന്നു വന്നാൽ മതി കേട്ടോ. ഞാനൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അതെവിടെ വെച്ചു? കൊണ്ടുവന്നായിരുന്നു. ഇതാ അതന്നെ. തനിക്ക് തരക്കല്ലേ വെളിവില്ലേ? എല്ലാവരും പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. കേശംകുട്ടി ഉടനെ എവിടെയും പോകുന്നില്ല. ഒന്ന് വാദിക്കുന്നത് മാറിയില്ലേ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? കേശംകുട്ടി 2 ദിവസം പ്ലെയിനിലിരുന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇത്ര ശുദ്ധമായി ശ്വസിച്ച് വിശ്രമിക്കട്ടെ. നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവൂലേ പൊതുജനമേ? വാസുവട്ടം പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. വാസുവട്ടാ, കേശവൻകുട്ടി ഞാനുമായിട്ട് സ്കോച്ച് വിസ്കി കഴിക്കുന്നു ഇന്നലെ സ്വപ്നത്തിൽ കണ്ട. ശരിയായി, വളരെ ശരിയായി. സ്വപ്നത്തിൽ കണ്ടേ വളരെ നന്നായി. അവൻ കുടി നിർത്തി. ഇനി സ്വപ്നത്തെ കുടിച്ചോണ്ടാ മതി കേട്ടാ. അപ്പൊ നിനക്ക് എന്താണ് മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? ഒന്ന് പോടാ. ഞാൻ ചക്കാത്തല്ല. ഈ കേശവൻകുട്ടിക്ക് ബോംബെയിൽ എന്ത് പണിയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കപ്പലും എണ്ണ കമ്പനിയും വജ്രക്കല്ല് കച്ചവടമൊക്കെ ഉണ്ടെന്നല്ലേ തന്ത നിങ്ങളെപ്പുറം ധരിപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ ആ പന്ന പീറ തന്തയുടെ വാചകമടിയാണ്. ഈ തന്ത ഇവനെ നശിപ്പിക്കും തീർച്ച. കപ്പലുണ്ടല്ലേ? കപ്പലുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ മണ്ണെണ്ണ കമ്പനിയിലെ മണ്ണെണ്ണപ്പാട്ട കഴുകലായിരുന്നു ഇവന്റെ ജോലി. അവൻ അടുത്ത് വന്നപ്പോ ഒരു സ്മെല്ലടിച്ചില്ലേ? സ്പ്രേയുടെ മണം. അയ്യ, അത് സ്പ്രേയുടെ മണമല്ല, മണ്ണെണ്ണയുടെ മണമാ. അതറിയാതിരിക്കാൻ വേണ്ടി സ്പ്രേ അടിച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ എല്ലാരും? പോ 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 പോ. ഇനിയിപ്പോ സൈക്കിളിന്റെ വാടക എങ്ങനെ കൊടുക്കും? തള്ളി നോക്കാം. ഇത് തള്ളണ്ട.